ഗുരുവാകുന്ന ദ്രോണരുടെ സമക്ഷം ചെന്ന് ആശീർവാദം വാങ്ങുവാനായി യുധിഷ്ഠിരൻ നടന്നു. കുരുക്ഷേത്ര ഭൂമിയിൽ ഇത്തരമൊരു വിചിത്രമായ കാഴ്ച അരങ്ങേറി. യുധിഷ്ഠിരൻ ദ്രോണരുടെ അടുക്കൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു: ഗുരുദേവ, ഞാൻ അങ്ങയെ ഉണർത്തിക്കുന്നു. ഞാൻ അങ്ങയോട് യുദ്ധം ചെയ്യുവാൻ പോകുന്നു. ഹേ ബ്രാഹ്മണ, അങ്ങ് എന്നെ അതിനനുവദിക്കണം. സർവശത്രുക്കളെയും ജയിക്കുവാൻ അനുഗ്രഹിക്കണം. ഇപ്രകാരം യുധിഷ്ഠിരൻ പറഞ്ഞപ്പോൾ ദ്രോണർ പറഞ്ഞു: യുദ്ധത്തിനൊരുങ്ങുന്ന നീ എൻ്റെ അടുക്കൽ വന്നില്ലായിരുന്നു എങ്കിൽ ഹേ രാജാവേ, നീ തോറ്റുപോകുമാറ് ഞാൻ നിന്നെ ശപിച്ചേനെ. യുധിഷ്ഠിര, ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു, പൂജിതനായിരിക്കുന്നു. യുധിഷ്ഠിര, ഭവാൻ പോരാടുക. ഞാൻ സമ്മതിക്കുന്നു. ഭവാൻ യുദ്ധത്തിൽ വിജയിയാകട്ടെ. നീ എന്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പറയൂ, ഞാൻ നിന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരാം. ഈ നിലയിൽ യുദ്ധം ചെയ്യാതെ നീ എന്താണ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്? എന്നെ കൗരവന്മാർ വാശിയാൽ ബന്ധിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ പൗരുഷം വിട്ട് നിന്നോട് പറയുകയാണ്. ഹേ യുധിഷ്ഠിര, നീ യുദ്ധം കൂടാതെ എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? പറയൂ. ഞാൻ കൗരവന് വേണ്ടി പൊരുതുകയാകുന്നു, നിന്റെ ജയത്തിന് വേണ്ടി ആശിക്കുന്നവനും ആകുന്നു. ഇങ്ങനെ ആ ബ്രാഹ്മണൻ പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു: അല്ലയോ ബ്രഹ്മൻ, എനിക്ക് ജയം പ്രാർത്ഥിച്ചാലും എനിക്ക് വേണ്ടി നല്ലത് മാത്രം മന്ത്രിച്ചാലും കൗരവന് വേണ്ടി യുദ്ധം ചെയ്യുക, എനിക്ക് ജയം ആശംസിക്കുക, ഞാൻ ഇതാണ് അങ്ങയിൽ നിന്നും ആശിക്കുന്ന വരം. ഇത്രയും യുധിഷ്ഠിരൻ പറഞ്ഞപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞു തുടങ്ങി: ഹേ രാജാവേ, നീ തീർച്ചയായും ജയിക്കും. ഭവാന്റെ മന്ത്രി ഗോവിന്ദനാകുന്നു. യുദ്ധം ചെയ്യുവാൻ നിന്നെ ഞാൻ അനുവദിക്കുന്നു. നീ ശത്രുക്കളെ അവസാനിപ്പിക്കും. അവിടെ ധർമ്മമുണ്ടാകും. എവിടെ ധർമ്മമുണ്ടോ അവിടെ കൃഷ്ണനുമുണ്ട്. എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ജയവുമുണ്ട്. ഹേ കൗന്ദേയ, പോവുക, യുദ്ധം ചെയ്യുക. ഞാൻ എന്ത് വേണമെന്ന് നീ പറഞ്ഞാലും. ഇങ്ങനെ വീണ്ടും ദ്രോണാചാര്യർ ചോദിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു: ശ്രേഷ്ഠ, ഞാനൊരു കാര്യം ഭവാനോട് ചോദിക്കുന്നു. എൻ്റെ കാംക്ഷിതം ഭവാൻ കേട്ടാലും. ഈ ലോകത്തിൽ ആരാലും തോൽപ്പിക്കപ്പെടുവാൻ കഴിയാത്ത ഭവാനെ ഞാൻ എങ്ങനെ ജയിക്കേണ്ടു? ഉപദേശിച്ചാലും. യുധിഷ്ഠിരൻ ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ദ്രോണർ പറഞ്ഞു: ഞാൻ പോരിൽ പൊരുതുന്ന കാലത്തോളം നിനക്കെന്നെ ജയിക്കുവാൻ കഴിയില്ല. രാജാവേ, ഭവാൻ സഹോദരന്മാരോട് കൂടി കഴിയുന്ന വേഗത്തിൽ തന്നെ എന്നെ കൊല്ലുവാൻ ശ്രമിക്കുക. ഇങ്ങനെ ദ്രോണർ പറഞ്ഞു. അപ്പോഴേക്കും യുധിഷ്ഠിരൻ പറഞ്ഞു: മഹാബാഹോ, ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ ഇതാ നമസ്കരിക്കുന്നു. ഇങ്ങനെയാണ് സത്യസ്ഥിതിയെങ്കിൽ അങ്ങയെ ഞങ്ങൾ എങ്ങനെ ജയിക്കും? ഞാൻ കൈകൂപ്പി ചോദിക്കുന്നു, എന്തുപായമാണ് ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞു തന്നാലും. യുധിഷ്ഠിരൻ ഇങ്ങനെ വിനയപൂർവ്വം വീണ്ടും നിവർത്തിയില്ലാതെ ചോദിക്കുന്നത് കണ്ടപ്പോൾ ദ്രോണർ പറഞ്ഞു തുടങ്ങി: പോരിൽ ആയുധമേന്തി ഞാൻ നിൽക്കുമ്പോൾ എന്നെ വീഴ്ത്തുവാൻ ഏത് യോഗ്യനായ ശത്രു വിചാരിച്ചാലും നടക്കില്ല. ഞാൻ ചൊടിച്ച് ശരവർഷം തുടങ്ങുമ്പോൾ എന്നെ വീഴ്ത്താൻ കഴിയുന്നവൻ ആരും തന്നെ ഈ ലോകത്ത് ഇല്ല. ഒരുത്തനെയും ഞാൻ കാണുന്നുമില്ല. മനസ്സ് മടുത്താൽ ഞാൻ ആയുധം താഴെ വെക്കും. ഹേ യുധിഷ്ഠിര, യോദ്ധാക്കന്മാരും എന്നെ എതിർത്ത് ജയിക്കുകയില്ല. സത്യം ഞാൻ പറയാം. പോരിൽ ഞാൻ അപ്രിയം കേട്ടാൽ ശസ്ത്രം താഴെ വയ്ക്കും. വിശ്വാസമുള്ള ഒരാൾ വന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ അപ്രിയം വിശ്വസിക്കുകയും ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞത് സത്യമാകുന്നു. ദ്രോണാചാര്യർ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ട് ആചാര്യനെ കൈകൂപ്പി അനുഗ്രഹം വാങ്ങി യുധിഷ്ഠിരനും സഹോദരന്മാരും കൃപാചാര്യരുടെ അടുക്കലേക്ക് ഗമിച്ചു.